الحمد لله وكفى والصلاة والسلام على نبي المصطفى وعلى آله وصحابه المرتضى أما بعد صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف الناشر الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സ്നേഹാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വതആല പവിത്രമായ ഈ വെള്ളിയാഴ്ചയുടെ സുദിനത്തിൽ നമ്മെ ഏവരെയും ഇവിടത്തിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവൻ്റെ കമനീയമായ സ്വർഗീയ ആരാമത്തിനും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെയൊക്കെ ഗതകാല ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ അപരാധങ്ങളെയും കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വതആല അവൻ്റെ വളരെ വിശാലമായ മഗ്ഫിറത്ത് കൊണ്ടും റഹ്മത്ത് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. ശേഷിക്കുന്ന ജീവിതകാലം അത്രയും അള്ളാഹുവിനും അവൻ്റെ ഹബീബിനും ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാൻ അള്ളാഹു വലിയ തൗഫീഖിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും ഇണകളുടെയും സന്താനങ്ങളുടെയും എല്ലാ മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രയാസങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റി പൂർണ്ണ സലാമത്തും റാഹത്തും സന്തോഷവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. കുടുംബങ്ങളൊക്കെയും അള്ളാഹു അവൻ്റെ തൃപ്തിയിലായി നല്ല ഇൽഫത്തോടുകൂടി ജീവിക്കുവാൻ അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസം കഴിയും തോറും പൊതുവെ തിരക്കുകൾ വർദ്ധിച്ചു വരികയാണ്. സമയം അതിവേഗം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനൊരു സാഹചര്യത്തിലാണ് നാം നിലകൊള്ളുന്നത്. ഒന്നിനും സമയം കിട്ടുന്നില്ല. തിരക്ക് പിടിച്ച ഓട്ടമാണ്. മുമ്പുണ്ടായിരുന്നേക്കാൾ ഓരോ ദിവസങ്ങൾ ചെല്ലും തോറും തിരക്കുകൾ കൂടി വരികയാണ്. നമ്മളൊരു കഴിഞ്ഞ 10 വർഷം നാം എടുത്തു നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു 10 വർഷത്തിന് മുമ്പുണ്ടായിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും എന്തോരം മാറ്റങ്ങളാണ് ഈ സാഹചര്യത്തിൽ നമുക്കുണ്ടായിട്ടുള്ളത് എന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഒന്നിനും സമയം തികയുന്നില്ല. ഒരു രോഗിയെ സന്ദർശിക്കാൻ പോയാൽ പോലും തന്നെ പെട്ടെന്ന് അവിടെ നിറങ്ങുന്നൊരവസ്ഥ. തിരക്ക് പിടിച്ച ഓട്ടമാണ്. കല്യാണത്തിൻ്റെയും മറ്റു കാര്യങ്ങളുമായി ഓടുമ്പോഴും അതിൻ്റെതായ ഓട്ടം, തിരക്ക് അങ്ങനെ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഓരോ യോഗങ്ങൾക്ക് വേണ്ടി പോകുമ്പോഴും കൃത്യമായ സമയത്ത് എത്തിപ്പെടാൻ പറ്റുന്നില്ല. കാരണം തിരക്ക് പിടിച്ച റോഡുകൾ, മുഴുവൻ റോഡും തിരക്ക് പിടിച്ച് ബ്ലോക്കായി. അങ്ങനെ വാഹനങ്ങളുടെ ആധിക്യം കൊണ്ടുമെല്ലാം തിരക്ക് പിടിച്ച ഓട്ടത്തിലാണ് ഓരോ മനുഷ്യരും. അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖിയാമത്ത് നാളിൻ്റെ അടയാളമാകുമ്പോൾ, ഖിയാമത്ത് നാളാകുമ്പോൾ അതിൻ്റെ അടയാളമായിട്ട് പഠിപ്പിച്ചത്, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, അതിവേഗം സമയം ഇങ്ങനെ സഞ്ചരിച്ചു പോകുമെന്നുള്ളതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ലാ തഖൂമുസ്സാഅതു ഹത്താ യതഖാറബുസ്സമാൻ. ലാ തഖൂമുസ്സാഅ, അന്ത്യനാൾ കടന്നു വരികയില്ല. ഹത്താ യതഖാറബുസ്സമാൻ, സമയം അതിവേഗം സഞ്ചരിക്കുന്നത് വരേക്കും. ഫതകൂനു സനതു കശഹരി, അങ്ങനെ ഒരു വർഷമായി തീരും. കശഹരി, ഒരു മാസം പോലെ പെട്ടെന്ന് പോയി തീരും.
പെട്ടെന്ന് പോയി തീരും. വശഹുറുകൽ ജുമുഅ, ഒരു മാസമാകട്ടെ അത് ഒരു ആഴ്ച പോലെ അങ്ങ് തീർന്നു പോകും. വതകൂനുൽ ജുമുഅ, ഒരാഴ്ചയാകുന്നത് കൽ യൗമി, ഒരു ദിവസം പോലെ പെട്ടെന്ന് തീർന്നു പോകും. വയകൂനുൽ യൗമു, ഒരു ദിവസമാകും കസ്സാഅതി, ഒരു മണിക്കൂർ പോലെ ആയി തീരും. വതകൂനു സാഅതു, ഒരു മണിക്കൂറായി തീരും. കല്ലറുമതി ബിന്നാർ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു മണിക്കൂർ ഒരു തീപ്പൊരി പോലെ പെട്ടെന്ന് പോയി തീരുന്നതാണ്. ഒരു തീയിൽ നിന്നും ഒരു തീപ്പൊരി ഇങ്ങനെ തെറിച്ചു പോകുമ്പോൾ, തീയുടെ ഒരു ചെറിയ കഷ്ണം ഇങ്ങനെ തെറിച്ചു പോകുമ്പോൾ എത്ര പെട്ടെന്നാണോ അത് ഇല്ലായ്മയായി തീരുന്നത്, അതുപോലെയായി തീരുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഈ ഹദീസിനെ അതിന്റെ ലാഹിറായ അർത്ഥത്തിൽ വെക്കണമെന്നുള്ളതാണ് ഉലമാക്കളിൽ അധിക പണ്ഡിതന്മാരും പറയുന്നത്. നോക്കൂ, ശരിയല്ലേ? നമ്മുടെയൊക്കെ ജീവിതം നാം ഒന്ന് പരതി നോക്കൂ. കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യങ്ങളിൽ നിന്നും എത്രയോ വേഗത്തിലാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് ചിന്തിച്ചു നോക്കൂ. പല കാര്യങ്ങളും, പല ആളുകളുടെ വിവാഹങ്ങൾ, പല ആളുകളുടെ മരണങ്ങൾ പെട്ടെന്ന് സംഭവിച്ചതുപോലെ നമുക്ക് പലപ്പോഴും തോന്നാറില്ലേ? കഴിഞ്ഞ ആഴ്ചയിൽ സംഭവിച്ചതുപോലെയാണ് പല കാര്യങ്ങളും നടക്കുന്നത്. നോക്കൂ, നമുക്കിവിടെ വലിയൊരു ജലപ്രളയം ഉണ്ടായല്ലോ. അതെപ്പോഴാ ഉണ്ടായത്? 7 വർഷം കഴിഞ്ഞു അതുണ്ടായിട്ട്. 2018 കൊറോണ ഉണ്ടായിട്ട് 5 വർഷം കഴിഞ്ഞു, 5 വർഷമാകുന്നു. അങ്ങനെ നോക്കുമ്പോൾ എത്ര പെട്ടെന്നാണ് ഓരോ സമയങ്ങളും ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായ ഇത്തരത്തിലുള്ള തിരക്കുകൾക്ക് കാരണമെന്ത് എന്നറിയുമോ? അത് മറ്റൊന്നുമല്ല, നമ്മുടെയൊക്കെ ജീവിത സാഹചര്യത്തിലുണ്ടായ മാറ്റങ്ങളാകുന്നു. ഇന്ന് മനുഷ്യരുടെ ജീവിത ശൈലികൾ ആകെ മാറിയിരിക്കുന്നു. പൊതുവെ ജനങ്ങളുടെ തൊഴിലും വരുമാനങ്ങളും കുറഞ്ഞുപോയി. അതേസമയം ജീവിത ചെലവുകൾ വർദ്ധിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടത്തിലുമായി മനുഷ്യൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവിത ശൈലികൾ വർദ്ധിച്ചു, ഇപ്പൊ വരുമാനം കുറഞ്ഞുപോയി. അതനുസരിച്ച് അത് ഉണ്ടാക്കുവാനുള്ള തന്ത്രപ്പാടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് മനുഷ്യന്മാർ. ഈ തിരക്കുകൾക്കിടയിൽ മനുഷ്യൻ ജോലി തിരക്കിലായി നിലകൊള്ളുമ്പോൾ, അതല്ലെങ്കിൽ മറ്റു പല ആവശ്യങ്ങളുമായി തിരക്കിലാകുമ്പോൾ മറന്നുപോകുന്നൊരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, അള്ളാഹുവിനോടുള്ള അടുപ്പം, അള്ളാഹുവിനോടുള്ള കടപ്പാടുകൾ. അള്ളാഹുവിനെ മറന്നു പോവുകയാണ്. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പൊതുവേ മനുഷ്യർ ഇബാദത്തുകളിൽ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കൊറോണയ്ക്ക് ശേഷം പൊതുവേ ഇബാദത്തിൽ ജനങ്ങൾ പുറന്നോട്ട് പോയിരിക്കുന്നു. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് നമ്മളെ ഏതൊരു ദൗത്യത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടതാണ്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടി, അള്ളാഹുവിനെ ആരാധന നിർവഹിക്കുവാൻ വേണ്ടിയാണല്ലോ മനുഷ്യരെ നിർമ്മിച്ചിരിക്കുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്രമേൽ ഗൗരവത്തോടുകൂടി പഠിപ്പിച്ച കാര്യമാണ്. നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തിന് വേണ്ടിയാണ് നിയോഗിച്ചിരിക്കുന്നത്. ആ ഒരു ലക്ഷ്യത്തിൽ നിന്നും നാം പലപ്പോഴും തെന്നിമാറുകയാണ്. നോക്കൂ, അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഓരോ ഇബാദത്തിന്റെയും സ്ഥാനവും മഹത്വവും ശ്രേഷ്ഠതയും നബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യുന്നില്ല. ഇന്ന് പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കാൻ വേണ്ടി ജുമുഅക്ക് പോലും ആളുകൾ വരുന്നത് വളരെ കുറവാണ്. ഇനി ജുമുഅക്ക് വേണ്ടി വന്നാൽ തന്നെയോ വരുന്നത് എപ്പോഴാണ്? നോക്കൂ, നമ്മുടെ പള്ളിയുടെ അവസ്ഥ പണ്ടിങ്ങനെയായിരുന്നു. നേരത്തെ കുട്ടി പള്ളിയിലെത്തുമായിരുന്നു ജനങ്ങൾ. നേരത്തെ കിട്ടി ഉളുവെടുത്ത് അള്ളാഹുവിന്റെ തൃപ്തിയിലായി പള്ളിയിലേക്ക് എത്തിപ്പെടുന്നവരായിരുന്നു. സുബഹി കഴിയുമ്പോൾ തന്നെ ജുമുഅക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലായി ഒരുങ്ങി തയ്യാറാകുന്നവരായിരുന്നു അവർ, പഴമക്കാർ. എന്നാൽ ഇന്നോ ആ ഒരു ശ്രദ്ധയില്ല. എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് ആ ഒരു മുഹൂർത്തത്തിൽ അങ്ങ് ഓടി വന്ന് പള്ളിയിലേക്ക് പെട്ടെന്ന് ചെറുപടാന്ന് കയറി നിസ്കാരം കഴിഞ്ഞ് ഓടിപ്പോകുന്നൊരവസ്ഥ. പഴമക്കാർ എങ്ങനെയായിരുന്നു? വെള്ളിയാഴ്ച ദിവസമാകുമ്പോൾ വേറെ ഒരു പരിപാടിക്കും നിലകൊള്ളുകയില്ല. അവർ ഇബാദത്തിൽ സജീവമാകുവാൻ വേണ്ടി തയ്യാറായി നിൽക്കുമായിരുന്നു. പ്രഭാതത്തിൽ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ മുതൽ ആ സമയം മുതൽ ജുമുഅക്ക് വേണ്ടി ഒരുങ്ങി തയ്യാറാവലായി. നഖങ്ങളെല്ലാം മുറിച്ച് കക്ഷരോമങ്ങളും അതുപോലെ മുറിക്കപ്പെടേണ്ട രോമങ്ങളെല്ലാം മാറ്റിയതിനു ശേഷം വൃത്തിയായി കുളിച്ച് അള്ളാഹുവിന്റെ തൃപ്തിയിലായി വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് നേരത്തെ കൂട്ടിയെത്തി
സൂറത്തുൽ കഹഫും സലാത്തുമെല്ലാം ചൊല്ലിക്കൊണ്ട് വ്യാപൃതരായിരുന്നൊരു സമൂഹം നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നോ ഇന്നോ അങ്ങനെയുള്ള പരിപാടിയേയില്ല. ചുരുക്കം ചില ആളുകൾ ഒഴികെ. ഈ പറയുന്ന സംഭാഷണം കേൾക്കുന്ന നിങ്ങൾ ഒഴികെയുള്ള മറ്റുള്ളവരെ പറ്റിയായി പറയുന്നത്. ഓർത്തു നോക്കൂ, നിങ്ങൾ നേരത്തെ വന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നത്. എന്നാൽ വേറൊരു സമൂഹമുണ്ട് ഇവിടെ, പള്ളിയുമായി യാതൊരു ബന്ധവുമില്ലാതെ വെള്ളിയാഴ്ച ജുമുഅക്ക് പോലുമുള്ള നിസ്കാരത്തിന് പോലും നേരത്തെ എത്തുന്നില്ല. നേരത്തെ എത്തിയാലോ സുന്നത്ത് നിസ്കാരമുണ്ട്, അതുപോലും നിർവഹിക്കുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അസ്ർ നമസ്കാരത്തിന് ശേഷം എഴുന്നേറ്റ് നിന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുകയാണ്. സഹാബത്ത് ആശ്ചര്യത്തോടു കൂടി നോക്കി നിൽക്കുന്നു. കാരണം ഇന്നേ വരെ ഇല്ലാത്തൊരു പ്രവണതയാണത്. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസറിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കാറുണ്ട്, എന്നാൽ അസർ നമസ്കാരത്തിന് ശേഷം നിസ്കരിക്കാറില്ല. സഹാബത്ത് ഇങ്ങനെ സാഗൂതം വീക്ഷിക്കുകയാണ്. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസർ നമസ്കാരത്തിന് ശേഷം എഴുന്നേറ്റ് നിന്നുകൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കുന്നു. നിസ്കാരമെല്ലാം കഴിഞ്ഞപ്പോൾ മുത്തുനബിയുടെ സമീപത്തിലേക്ക് ചെന്നിട്ട് അള്ളാഹിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂൽ, ഇതെന്താണ് ഇപ്രകാരം? പുതുതായിട്ട് അസ്റിന് ശേഷം സുന്നത്ത് നിസ്കാരമുണ്ടോ? അങ്ങനെയുള്ള കാര്യം ഞങ്ങളെ പഠിപ്പിക്കുകയാണോ എന്ന് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ സ്വരത്തോടു കൂടി ചോദിച്ചപ്പോ മഹാനായ ഇമാമുൽ ബുഖാരി റഹിമഹുല്ലാ ആ കാര്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് സഹീഹുൽ ബുഖാരിയിലൂടെ പറയുന്നുണ്ട്, ബാബുമാ യുസല്ലാ ബഅദൽ അസ്രി മിനൽ ഫവാഇതി വനഹ്വിഹാ. ബാബുമാ 1 പറയുന്ന പാഠം, യുസല്ലാ ബഅദൽ അസ്ർ, അസ്ർ നമസ്കാരത്തിന് ശേഷം നിസ്കരിക്കുന്നു, മിനൽ ഫവാഇതി, നഷ്ടപ്പെട്ടു പോയതായ നിസ്കാരങ്ങൾ. അങ്ങനെ ഒരു അധ്യായത്തിന്റെ പേരിട്ടതിന് ശേഷം മഹാനായ സഹീഹുൽ ബുഖാരിയിലൂടെ ഇമാം ബുഖാരി റഹ്മഹുല്ല പറയുകയാണ്, ഖാല അബൂ അബ്ദില്ലാ, മഹാനായ ഇമാം ബുഖാരി റഹ്മഹുല്ല പറയുന്നു, വഖാല ഖുറൈബുൻ അൻ ഉമ്മി സലമ. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ഉമ്മു സലമ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഖുറൈബ് എന്ന താബിഈ പ്രമുഖൻ പറയുകയാണ്, സല്ലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഅദൽ അസ്ർ റകഅതൈൻ. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസ്ർ നമസ്കാരത്തിന് ശേഷം 2 റക്അത്ത് എഴുന്നേറ്റ് നിന്ന് നിസ്കരിച്ചു. സഹാബത്തിന് ആശങ്കയായി, ആശ്ചര്യമായി. അവർ നബിയോട് ചോദിച്ചു, എന്താണ് ഇതെന്ന് ചോദിച്ചപ്പോ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ശഗലനീ നാസുൻ മിൻ അബ്ദുൽ ഖൈസ്. വഫ്ദു അബ്ദുൽ ഖൈസ്, ഒരു സംഘം ആളുകൾ എന്നിലേക്ക് കാണാൻ വേണ്ടി വന്നു. ശഗലനീ നാസുൻ, ചില ആളുകൾ എന്നെ ജോലിയാക്കി. മിൻ അബ്ദുൽ ഖൈസ്, വഫ്ദ് അബ്ദുൽ ഖൈസ്, ഒരു നിവേദക സംഘം, അബ്ദുൽ ഖൈസിന്റെ നിവേദക സംഘം വന്നു. ആ സംഘം വന്നിട്ട് എന്നെ ജോലിയാക്കി. അനിർ റകഅതൈനി ബഅദൽ ളുഹർ, ളുഹറിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തെ തൊട്ട് ളുഹറിന് ശേഷമുള്ള മുഅക്കദായ 2 റക്അത്ത് സുന്നത്തുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഞാൻ ളുഹർ നിസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞിരുന്ന് ദുആയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആ 2 റക്അത്ത് നിസ്കരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ വഫ്ദ് അബ്ദുൽ ഖൈസ് എന്ന സംഘം എന്നിലേക്ക് വന്നു. എന്നിട്ട് അവർ വളരെ വിദൂരത്തിൽ നിന്ന് വരുന്നവരാണ്. അവരങ്ങനെ വന്നിട്ട് എന്നോട് ദീനിനെ പറ്റി ഇങ്ങനെ ചോദിച്ചു. അവർക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാൻ വേണ്ടി അവർ വന്നതാണ്. അവർ പല മസാലകൾ ഇങ്ങനെ ചോദിച്ചു. അതെല്ലാം ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു. സമയം പോയതറിഞ്ഞില്ല. അങ്ങനെ അസ്റിന്റെ സമയം എത്തിയപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ നഷ്ടപ്പെട്ടു പോയ 2 റക്അത്ത് ളുഹർ നമസ്കാരം ഞാൻ ഈ അസ്ർ നമസ്കാരത്തിന് ശേഷം ഖലാ വീട്ടിയതാണ് നിങ്ങൾ കണ്ടതെന്ന് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറയുകയാണ്. നോക്കൂ എത്ര ഗൗരവത്തോടു കൂടിയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തിലേക്ക് വിദൂരത്തിൽ നിന്നും ദീൻ പഠിക്കാൻ വേണ്ടി വന്ന സഹാബത്തിനെ പരിഗണിച്ചുകൊണ്ട് ളുഹറിന്റെ 2 റക്അത്ത് നിസ്കരിക്കാൻ സമയം കിട്ടിയില്ല, കഴിഞ്ഞുപോയി, സമയം കടന്നുപോയി. അതിന്റെ പേരിൽ അസ്ർ നമസ്കാരത്തിന് ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നഷ്ടപ്പെട്ടു പോയ ളുഹറിന്റെ 2 റക്അത്ത്, ളുഹറിന് ശേഷമുള്ള 2 റക്അത്ത് ഖലാ വീട്ടുന്നതാണ് ഈ കാണുന്നത്. എത്ര ഗൗരവത്തോടു കൂടിയാണ് മുത്തുനബി തങ്ങൾ അതിനെ കണ്ടിരിക്കുന്നത്, അതിനെ പരിഗണിച്ചിരിക്കുന്നത്. നാം അത് ശ്രദ്ധിക്കണം.
അങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ നാം അതിനുശേഷമുള്ള സമയത്തിൽ ഖദാഇ വിട്ടാൻ തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വളരെ ഗൗരവത്തോടു കൂടി കാണണം. സുന്നത്ത് നിസ്കാരം മാത്രമല്ല, അങ്ങനെയുള്ള സുന്നത്ത് നിസ്കാരത്തിലെ ഒരു ദിക്ർ പോലും ഉപേക്ഷ വെക്കാവതല്ല. ചില ആളുകളുണ്ട് നിസ്കാരം വേഗത്തിലാക്കുവാൻ വേണ്ടി പല സുന്നത്തുകളും ഉപേക്ഷിച്ചുകൊണ്ട് നിസ്കരിക്കുന്നു. അങ്ങനെ ആവരുത്. നിസ്കാരം തുടങ്ങിയാൽ സുന്നത്താണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് വജ്ജിഹത്ത് ഓതൽ, അത് സുന്നത്തായ കാര്യമാണ്, അത് ഉപേക്ഷ വെക്കാവതല്ല. സുന്നത്ത് നിസ്കാരത്തിലാണെങ്കിൽ പോലും സൂറത്ത് അത് സുന്നത്താണ്. സൂറത്തോതൽ, ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തോതൽ സുന്നത്താണ്, അത് ഉപേക്ഷ വെക്കാവതല്ല. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, ഇന്ന അസ്വഅൻ നാസി സിർഖതൻ, നിശ്ചയം മോഷ്ടാക്കളിൽ ഏറ്റവും മോശമായ ആൾ. മോഷ്ടാക്കൾ പലതരത്തിലുള്ള മോഷണങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഇപ്പം വോട്ട് മോശമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യസന്ധമായി എല്ലാം നിർവഹിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. മോഷണം ഏറ്റവും വലിയ പാതകമാണല്ലോ. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്ന അസ്വഅൻ നാസി സിർഖതൻ, മോഷണത്തിൽ ഏറ്റവും മോശമായ മോഷണം എന്നുള്ളത് അല്ലദീ യസ്രിഖു മിൻ സലാത്തിഹി, അല്ലദീ ഒരുവനാകുന്നു. എങ്ങനെയുള്ള ഒരുവനാണ്? യസ്രിഖു മിൻ സലാത്തിഹി, അവന്റെ നിസ്കാരത്തിൽ നിന്നും മോഷ്ടിക്കുന്നു. അവന്റെ നിസ്കാരത്തിൽ നിന്നും മോഷ്ടിക്കുന്നു. ലാ യുതിമ്മു റുകൂഅഹാ വലാ സുജൂദഹാ, അവന്റെ ആ നിസ്കാരത്തിൽ റുകൂഇനെ പൂർത്തീകരിക്കുന്നില്ല. ആ റുകൂഇൽ ചെല്ലേണ്ടതായ ദിക്റുകളെ കൃത്യമായി ചെല്ലേണ്ട ആ ദിക്റിനെ അവൻ ചെല്ലാതിരിക്കുന്നു. സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന് പറയുന്ന ആ ദിക്റിനെ അവൻ ഒഴിവാക്കുന്നു. സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന ദിക്റിനെ അവൻ ഒഴിവാക്കുന്നു. അതുപോലെ തന്നെ വലാ സുജൂദഹാ, അവന്റെ ആ സുജൂദിന്റെ ദിക്റിനെയും അവൻ ഒഴിവാക്കുന്നു. ആ സുജൂദിനെയും അവൻ പൂർത്തീകരിക്കുന്നില്ല. സുബ്ഹാന റബ്ബിയൽ അലാ വബിഹംദിഹി എന്നുള്ള ദിക്റിനെ അവൻ ഒഴിവാക്കുന്നു. സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന ദിക്റിനെ റുകൂഇലും സുബ്ഹാന റബ്ബിയൽ അലാ വബിഹംദിഹി എന്ന ദിക്റിനെ സുജൂദിലും ഒഴിവാക്കുന്നു എന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള നിസ്കാരം, ആ നിസ്കാരത്തിൽ മോഷണം നടത്തുകയാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവന്റെ നിസ്കാരത്തിൽ അവൻ കട്ടെടുക്കുകയാണ്. അള്ളാഹുവിനോടുള്ള ചെയ്യുന്ന ഇബാദത്തിൽ പോലും അങ്ങനെയുള്ള പ്രവർത്തനം ചെയ്യുന്ന ആളുകൾ അവരാണ് ഏറ്റവും മോശമായ മോഷ്ടാക്കളെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റുകൂഉ ചെയ്യുമ്പോൾ 3 പ്രാവശ്യം സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന് പറയുന്നതിന് പകരം ഒരു പ്രാവശ്യം ചൊല്ലി, അവൻ മോഷ്ടാവാണ്. അല്ലെങ്കിൽ തീരെ ചെല്ലിയില്ല, അവൻ മോഷ്ടാവാണ്. നബി തങ്ങൾ പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. ഇത്തരത്തിൽ നിസ്കാരത്തിൽ പോലും അലസത കാണിക്കുന്ന ആളുകൾ, സത്യത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്ത്, അതിൻ്റെ അള്ളാഹു നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതിൻ്റെ ഉദ്ദേശമെന്ത് എന്ന് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു. അങ്ങനെ ഒരു ഓട്ടത്തിലായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ദുനിയാവിന്റെ പിന്നാലെ നാം ഇങ്ങനെ ഓടി മറിയുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് എന്താ? നമ്മുടെ ഈ ജീവിതത്തിന്റെ ലക്ഷ്യം ആലമുൽ അർവാഹിൽ വെച്ചുകൊണ്ട് ആകാശഭൂമികൾ പോലും ഏറ്റെടുക്കാൻ വിസമ്മതിച്ച വലിയൊരു ദൗത്യം, വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. അത് ഏറ്റെടുത്തവരാണ് നമ്മൾ ഓരോരുത്തരും. ആലമുൽ അർവാഹിൽ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരോടും ഒരു കാര്യം, ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. പക്ഷേ ആകാശഭൂമികളും പർവ്വതങ്ങളുമെല്ലാം വിസമ്മതിച്ചതായ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തവരാണ് നമ്മൾ ഓരോരുത്തരും. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നാ അറളനൽ അമാനത അലസ് സമാവാതി വൽ അർളി വൽ ജിബാൽ. ഇന്നാ അറളനൽ അമാന, നിശ്ചയമായിട്ടും ഞാൻ അമാനത്തിനെ വെളിപ്പെടുത്തി അലസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ മേൽ, വൽ ജിബാൽ, പർവ്വതങ്ങളുടെ മേൽ, ഫഅബൈന അൻ യഹ്മിൽനഹാ, അവകളെ അത് വഹിക്കുവാൻ വേണ്ടി അവർ വിസമ്മതിച്ചു. വഅശ്ഫഖന മിൻഹാ, അല്ലാഹുവിനോടുള്ള ഭയത്താൽ, അല്ലാഹുവിനെ പേടിച്ചിട്ട് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാൻ അവർ വിസമ്മതിച്ചു.
വഹമലഹൽ ഇൻസാൻ, മനുഷ്യനാണ് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. ഇന്നഹു കാന വലൂമൻ ജഹൂലാ, നിശ്ചയമായിട്ടും മനുഷ്യരുണ്ടല്ലോ ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്ന വിഷയത്തിൽ അവൻ വലിയ അക്രമിയായിരിക്കുകയാണ്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിനെ ആരാധന ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തം അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളുടെ മേൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വെളിപ്പെടുത്തി. പക്ഷേ അവർ അത് ഏറ്റെടുത്തില്ല. അവർ അള്ളാഹുവിനോടുള്ള ഭയത്താൽ അള്ളാഹുവെ ഞങ്ങളെ കൊണ്ടത് സാധിക്കുമോ എന്ന് ഞങ്ങൾക്കറിയില്ല, അതുകൊണ്ട് ഞങ്ങൾ ഏറ്റെടുക്കുന്നില്ല എന്ന് ആകാശഭൂമികളും പർവ്വതങ്ങളും പറഞ്ഞപ്പോൾ വഹമലഹൽ ഇൻസാൻ, മനുഷ്യൻ അതിനെ ഏറ്റെടുത്തു. എന്നാലോ ആ ഏറ്റെടുത്ത ഉത്തരവാദിത്തം ആ അമാനത്തിൽ അവൻ വീഴ്ച വരുത്തിയിരിക്കുകയാണ്, അവൻ വീഴ്ച വരുത്തിയിരിക്കുന്നു. അങ്ങനെ ഇന്നഹു കാന വലൂമൻ ജഹൂല, അവൻ വലിയ അക്രമിയായിരിക്കുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇവിടെ യഗ്നി ബിൽ അമാന, അമാനത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അത്വാഅതു, വഴിപ്പെടലാകുന്നു. അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുക, അള്ളാഹുവിന്റെ ആരാധനയിലായി ജീവിക്കുക, അതാണ് ഇവിടെ അമാനത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത് എന്താ? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അല്ലാഹു മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും സൃഷ്ടിച്ചത് അവന് ആരാധന ചെയ്യുവാനല്ലാതെയല്ല, അവന് ആരാധന ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ആരാധനയ്ക്ക് വേണ്ടിയാണ് നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത്. എന്നാൽ നമ്മളോ അതെല്ലാം മറന്നിട്ട് ഇങ്ങനെ ദുനിയാവിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ആരാധനകളിൽ തന്നെ ഏറ്റവും മുഖ്യമായത് നാളെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്നത് നിസ്കാരത്തെ പറ്റിയാണ്. നമ്മൾ പൊതുവെ ആരാധനയിൽ പുറന്നോട്ടാണ്, നിസ്കാരത്തിന്റെ വിഷയത്തിൽ അങ്ങനെ തന്നെ. ആ വിഷയത്തിൽ ഒരു ചിരിയെങ്കിലും കുറെ ആൾക്കാർ നിസ്കാരത്തിലേക്ക് വന്നുകൊണ്ടിരുന്നതാണ്, അതെല്ലാം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പള്ളിയിലേക്ക് വരുന്നത് വരെ ഒരു മടിയായി പോകുന്നൊരവസ്ഥ, പള്ളിയിലേക്ക് വന്നാലോ സുന്നത്ത് നിസ്കാരത്തിൽ അലസത, അങ്ങനെ തുടങ്ങുന്നു. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി നമ്മെ പഠിപ്പിച്ച കാര്യമാണ് നിസ്കാരം നിലനിർത്തുക എന്നുള്ളത്. പരിശുദ്ധ ഖുർആൻ നാം ഒന്ന് പരിധി നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഒരുപാട് സ്ഥലങ്ങളിൽ എവിടെയെല്ലാം അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ പറഞ്ഞത് യുഖീമുസ്സലാത്ത്, നിസ്കാരത്തെ നിലനിർത്തണമെന്നുള്ളതാണ്. വല്ലപ്പോഴും ഏതെങ്കിലും വക്കത്ത് വന്ന് നിസ്കരിച്ചിട്ട് പോകലല്ല, നിസ്കാരത്തെ കൃത്യമായി നിർവഹിക്കണം, നിലനിർത്തണം, നിസ്കാരമുള്ളവരായി നിലകൊള്ളണം. ആഴ്ചയിൽ ഒരു വെള്ളിയാഴ്ച വന്ന് നിസ്കരിച്ചിട്ട് പോകുന്ന കാര്യത്തെ പറ്റിയല്ലേ ഈ പറഞ്ഞത്. യുഖീമുസ്സലാത്ത്, നിസ്കാരം കൃത്യമായി നിലനിർത്തുന്നവരാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സഅൽതുൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മുത്തുനബിയോട് ചോദിച്ചു, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേതാകുന്നു എന്ന് ഞാൻ മുത്തുനബിയോട് ചോദിച്ചപ്പോൾ ഖാല, അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അസ്സലാത്തു അലാ വഖ്തിഹാ, നിസ്കാരം അതിന്റെ കൃത്യമായ സമയത്ത് തന്നെ നിർവഹിക്കലാകുന്നു. സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർണയിച്ച് നൽകിയിട്ടുണ്ട്, ആ സമയത്ത് തന്നെ നിസ്കരിക്കണം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, സുമ്മ അയ്യുൻ, പിന്നെ ഏത് പ്രവർത്തനമാണ് നബിയേ അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ടുള്ള കാര്യം? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുമ്മ ബിർറുൽ വാലിദൈൻ, പിന്നീട് മാതാപിതാക്കളോട് ഗുണം ചെയ്യലാകുന്നു അല്ലാഹുവിനെ ഏറ്റവും പിരിശപ്പെട്ട കാര്യം. സുമ്മ അയ്യുൻ, പിന്നെ ഏതാണ് നബിയേ? അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യലാകുന്നു. നോക്കൂ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യൽ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യൽ, ഇങ്ങനെയുള്ള ഏറ്റവും പുണ്യമുള്ള പ്രവർത്തനങ്ങളെക്കാൾ അള്ളാഹുവിന്റെ റസൂൽ ഒന്നാമതായിട്ട് എണ്ണിപ്പറഞ്ഞത് അത് അസ്സലാത്തു അലാ വഖ്തിഹാ, നിസ്കാരം അതിന്റെ കൃത്യമായ സമയത്ത് തന്നെ നിർവഹിക്കുക എന്നുള്ളതാണ്. ഇലക്ഷന്റെ തിരക്കിൽ പല ആളുകളും നിസ്കാരത്തെ പറ്റി മറന്നുപോകുന്നു. അങ്ങനെ ആവരുത്.
നിസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഏറ്റെടുക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്താതെ കൃത്യമായി നിർവഹിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നില്ലേ, ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു സൂറത്തിലെ ആയത്തല്ലേ അത്. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കാരക്കാരാ നിനക്കാണ് വൈല് എന്ന് പറയുന്ന നരകം. നിസ്കരിക്കുന്ന നിസ്കാരക്കാരാ നിനക്കാണ് വൈല് എന്ന് പറയുന്ന നരകം. മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്ത് ആ നബിയുടെ ചാരത്തേക്ക് ഓടി ചെന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അനില്ലദീനഹും അൻ സലാത്തിഹിം സാഹൂൻ, നിസ്കാരക്കാർക്ക് വൈല് എന്ന് പറയുന്ന നരകമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അത് ആരെപ്പറ്റിയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തിലേക്ക് സഹാബത്ത് ചെല്ലുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അതേ നിസ്കരിക്കുന്ന നിസ്കാരക്കാരാ നിനക്കാണ് വൈല് എന്ന് പറയുന്ന നരകം. ലിമൻ, ഇതാർക്കുള്ളതെന്നറിയുമോ? ഹാദാ ലിമൻ യുഅഖിറുഹാ അൻ നൗകാതിഹാ, നിസ്കാരത്തെ അതിന്റെ വക്കത്തിനെ തൊട്ട് പിന്തിപ്പിക്കുന്ന ആളുകളെ അവർ ഓരോരുത്തരും ശ്രദ്ധിച്ചു കൊള്ളുക. അവരെ പറ്റിയാണ് ഈ ആയത്തിലൂടെ ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്ന നിസ്കാരക്കാരാ നിനക്കാണ് വൈല് എന്ന് അല്ലാഹു പറഞ്ഞത്. തഹാവുനു ബിസ്സലാത്ത്, നിസ്കാരത്തെ കൊണ്ട് നിസ്സാരത കാണിക്കുന്ന ആളുകൾ. വഅദഹുല്ലാഹു ബിൽ വൈൽ, വൈൽ എന്ന് പറയുന്ന നരകത്തെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് താക്കീത് നൽകുകയാണ്, വാഗ്ദത്തം നൽകുകയാണ്. വൈൽ എന്ന് പറയുന്ന നരകം എന്താണ്? വൈൽ എന്നറിയുമോ? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വഹുവ വാദിൻ ഫീ ജഹന്നം, അത് നരകത്തിൽ ഉള്ളൊരു താഴ്വരയാകുന്നു. ലൗ സുയ്യിറത്ത് ജിബാലദ് ദുനിയാ, ഈ ദുനിയാവിലുള്ളതായ മുഴുവൻ പർവ്വത സാനുക്കളെയും വലിച്ചു കൊണ്ടുവന്നാൽ ലദാബത്ത് മിൻ ശദ്ദത്തി ഹർരിഹാ, ആ വൈല് എന്ന് പറയുന്ന നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടാൽ അതിൻ്റെ ആ തീയുടെ ശക്തമായ ആധിക്യത്താൽ അവകളെല്ലാം ധൂളികളെ പോലെ പറന്നു പോകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ലൗ സുയ്യിറത്ത് ജിബാലദ് ദുനിയാ, നാം നമ്മുടെ കണ്ണുകളെ കൊണ്ട് കാണുന്ന മുഴുവൻ വലിയ 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 പർവ്വതങ്ങളുണ്ടല്ലോ, പർവ്വത സാനുക്കളുണ്ടല്ലോ, മലകളുണ്ടല്ലോ, അവകളെല്ലാം വലിച്ചു കൊണ്ടുവന്നിട്ട് ഈ വൈല് എന്ന് പറയുന്ന നരകത്തിലേക്ക് ഇടപെട്ടാൽ ലദാബത്ത് മിൻ ശിദ്ദത്തി ഹർരിഹാ, അതെല്ലാം കത്തി അമർന്നു പോകും, അത് ധൂളികളെ പോലെ പറന്നു പോകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരത്തെ അതിൻ്റെ വക്കത്തിനെ തൊട്ട് പിന്തിപ്പിക്കുന്ന ആളുകൾക്ക് ദുഹറിന്റെ സമയമായിട്ട് നിസ്കരിക്കാതെ അതിങ്ങനെ ഓരോ സ്വറ പറഞ്ഞിങ്ങനെ സമയം കളഞ്ഞിട്ട് കടന്നുപോയി അസറിന്റെ സമയത്തിലേക്ക് എത്തി. അങ്ങനെ നിസ്കരിക്കുന്നുണ്ടവൻ, പക്ഷേ അതിൻ്റെ വക്കത്തിനെ തൊട്ട് പിന്തിപ്പിച്ചാണ് നിസ്കരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്കാണിത്. അപ്പം നിസ്കരിക്കാത്തവരുടെ അവസ്ഥയോ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കട്ടെ. ഏറ്റവും ഗൗരവമുള്ള വിഷയമാണ്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് ഇവിടെ ഫവൈലുൽ ലിൽ മുസല്ലീൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന അല്ലദീന യുഅഖിറൂനഹാ അൻ നൗഖാതിഹാ, നിസ്കാരത്തെ അതിന്റെ വഖത്തിനെ തൊട്ട് പിന്തിപ്പിക്കുന്ന ആളുകൾക്കാണ് ഈ വൈല് എന്ന് പറയുന്ന നരകം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കട്ടെ. നമ്മൾ ഗൗരവത്തോടു കൂടി കാണണം. സമയം അത് അള്ളാഹു നമുക്ക് നൽകുന്ന ഔദാര്യമാണ്. ആ സമയത്തിൽ അള്ളാഹു നൽകുന്ന സമയത്തിൽ കൃത്യമായി നിർവഹിക്കണം. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ, നമുക്ക് തോന്നുമ്പോൾ നിസ്കരിക്കലല്ല. ളുഹറും അസ്റും മഗ്രിബും ഇശാവും സുബഹിയും എല്ലാം കൂടി ഒരു വഖത്ത് അങ്ങ് ഒറ്റയാക്കി നിസ്കരിക്കുക, അതല്ല വേണ്ടത്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ, നിശ്ചയം നിസ്കാരം എന്നുള്ളത് കാനത്ത് അലൽ മുഅ്മിനീന, നിശ്ചയം മുഅ്മിനീങ്ങളുടെ മേൽ കിതാബൻ മൗഖൂതാ, അത് നിർണയിതമായ നിശ്ചയിതമായ സമയമുണ്ട്. ആ സമയത്ത് തന്നെ നിർവഹിക്കണം. അങ്ങനെ നിസ്കരിക്കുമ്പോഴേ അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിലുള്ള നിസ്കാരമാവുകയുള്ളൂ. അല്ലെങ്കിൽ ആ നിസ്കാരം കൊണ്ട് വൈല് എന്ന് പറയുന്ന നരകത്തിലേക്ക് എത്തിപ്പെടും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നിസ്കരിക്കാത്തവരുടെ അവസ്ഥയോ അവരെ പരിഗണിക്കുന്നത് പോലുമില്ല, അവരെ പരിഗണിക്കുന്നത് പോലുമില്ല. ഉലമാക്കൾ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് നിസ്കരിക്കുന്നുണ്ടോ എങ്കിൽ അവൻ മുഅ്മിനാണ്, നിസ്കരിക്കുന്നില്ലേ അവനെ മുഅ്മിനിന്റെ ലിസ്റ്റിൽ പെടുത്താൻ പാടുള്ളതല്ല, അവനെ മുസ്ലിമീങ്ങളുടെ ലിസ്റ്റിൽ പെടുത്താൻ പാടുള്ളതല്ല.
മുസ്ലിമിന്റെയും കാഫിറിന്റെയും ഇടയിലുള്ള വ്യത്യാസം, നിസ്കരിക്കുന്നുണ്ടെങ്കിൽ മുസ്ലിം, നിസ്കരിക്കുന്നില്ലേ അവൻ കാഫിറാണ് എന്നാണ് ഉലമാക്കൾ പഠിപ്പിക്കുന്നത്. ഇത്ര ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ, നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ നിസ്കാരത്തെ ഉപേക്ഷിക്കുന്നവരായി മാറരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. ചില ആളുകൾ ആ നിസ്കാരത്തിന്റെ ആ സമയത്തങ്ങ് ഓടി വന്നിട്ട് ചില കൊത്തുന്നത് പോലെ അങ്ങനെ കൊത്തിയിട്ട് എഴുന്നിട്ട് പോകും. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, തിൽക സ്വലാത്തുൽ മുനാഫിഖ്, അത് മുനാഫിക്കിന്റെ നിസ്കാരം പോലെയാണ്. അത് മുനാഫിക്കിന്റെ നിസ്കാരമാണ്. യജ്ലിസു യർകുബു ശംസു ഹത്താ ഇദാ കാനത് ബൈന ഖർനൈ ശൈത്താൻ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവൻ ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ അടുക്കുന്നത് വരെ ഇങ്ങനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കും. എന്നിട്ടോ അതെങ്ങനെ അസ്തമിക്കാൻ പോകുന്ന ആ സന്ദർഭത്തിൽ പോയിട്ട് ഇങ്ങനെ നാല് കൊത്തിങ്ങനെ കൊത്തും. എന്നിട്ടോ അവൻ അള്ളാഹനെ ഓർക്കുന്നില്ല എന്നല്ല എന്താ പറഞ്ഞത്, അള്ളാഹനെ ഓർക്കുന്നുണ്ട് ഇല്ലാ ഖലീല, കുറച്ചല്ലാതെ അള്ളാഹുവിനെ ഓർക്കുന്നത്. ഇതാരുടെ നിസ്കാരത്തെ പറ്റി പറഞ്ഞത്? നമ്മൊന്ന് ചിന്തിച്ചു നോക്കൂ. പെട്ടെന്ന് ഓടി ഇങ്ങ് വരും, നാലിങ്ങനെ കൊത്തും, എഴുന്നേറ്റ് പോകും. അവൻ അള്ളാഹനെ ഓർക്കുന്നവനാണ്. ലാ യദ്കുറുല്ലാഹ ഫീഹാ ഇല്ലാ ഖലീല, അള്ളാഹുവിനെ കുറച്ചല്ലാതെ അവൻ ഓർക്കുന്നില്ല. അങ്ങനെയുള്ള ആളുടെ നിസ്കാരം അത് മുനാഫിക്കിന്റെ നിസ്കാരമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളിയാഴ്ച പള്ളിയിൽ വരും, സുന്നത്ത് നിസ്കാരം നിർവഹിക്കുന്നില്ല. അതിനുശേഷമുള്ള സുന്നത്ത് നിസ്കാരം നിർവഹിക്കുന്നില്ല. പെട്ടെന്ന് നിസ്കാരം കഴിഞ്ഞ് ഉടനെ ഇറങ്ങുകയാണ്. ചില മലായിക്കത്തുകളെ പോലെയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, 7 ആകാശങ്ങൾക്കപ്പുറമായിരിക്കും മുഅദ്ദിൻ ഇഖാമത്ത് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ബാങ്ക് കുടിക്കുമ്പോൾ മലായിക്കത്തുകൾ. അവർ നിസ്കാരത്തിന്റെ സമയത്തിലേക്ക് സഫ് കെട്ടുമ്പോ ആ 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് ഓടി ഇവിടെ എത്തി സഫ് കെട്ടും. എന്നിട്ട് അവരുടെ ആ വേഗതയെ പറ്റി അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതാണ്. എത്ര വേഗത്തിലാണ് അവർ സഞ്ചരിക്കുന്നത്. അതുപോലെ ചില ആളുകൾ ഇവിടെ വരുന്നത് നിസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിച്ച് ഇത്രയും സമയം കഴിഞ്ഞ് രണ്ടാമത്തെ ബാങ്കും വിളിച്ച് അപ്പോഴൊന്നും എത്തൂല. ഇമാം നിസ്കരിക്കാൻ വേണ്ടി അല്ലാഹു അക്ബർ എന്ന് കൈ കെട്ടുമ്പോൾ ഓടി പിടിച്ചോടി വരുന്നു ചില ആളുകൾ. അങ്ങനെ വന്ന് കൈ കെട്ടിയിട്ടോ നിസ്കാരം കഴിഞ്ഞ് അപ്പം തന്നെ സ്കൂട്ടാവുകയാണ്, അപ്പം തന്നെ ഇറങ്ങിപ്പോവുകയാണ്. എന്തിനാ ഇറങ്ങിപ്പോണത്? വലിയ അത്യാവശ്യമുള്ള കാര്യത്തിന് വേണ്ടിയൊന്നുമല്ല, പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ സൊറ പറയലാണ്. ഇപ്പൊ പ്രത്യേകിച്ച് ഇലക്ഷന്റെ സമയമാകുമ്പോൾ ഇലക്ഷന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്. പല ഒരാവശ്യവുമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ സമയം നഷ്ടപ്പെടുത്തി കളയുന്ന വിഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തെ എത്ര ഗൗരവത്തോടു കൂടിയാണ് കണ്ടത് എന്ന് നാം തിരിച്ചറിയണം. മരണാസന്നമാകുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിനോട് മുറുകെ പിടിക്കാൻ പറഞ്ഞത് നിസ്കാരത്തെ മുറുകെ പിടിക്കാനാണ്. ആ ഒരു ഗൗരവം, ആ ഒരു പ്രവർത്തനത്തിൽ നാം എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നവരാകണം. നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ നിസ്കാരത്തെ ഉപേക്ഷ വെക്കുന്നവരാവരുത്. നിസ്കാരത്തെ അതിന്റെ വക്കത്തിനെ തൊട്ട് പിന്തിപ്പിക്കുന്നവരുമാകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നിർവഹിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഏത് തിരക്കുണ്ടെങ്കിലും അള്ളാഹുവിനെ മറന്നു പോകല്ലേ. അള്ളാഹുവാണ് നമുക്ക് എല്ലാ സജ്ജീകരണങ്ങളും നൽകുന്നത് എന്ന ഉത്തമ ബോധത്തോടു കൂടി നാം പ്രവർത്തിക്കണം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 ഓഗസ്റ്റ് 15. അതൊരു റമളാനിലെ 27-ാം രാവിന്റെ അർദ്ധരാത്രിയിലാണ്. ആ സന്ദർഭത്തിൽ നല്ല സാലിഹീങ്ങളായ ആളുകൾ ഇബാദത്തിലായിരുന്നു. മഹാനായ മൗലാന അബുൽ കലാം ആസാദ് ഡൽഹി ജുമാ മസ്ജിദിൽ ഇത്തികാഫിലായിരുന്നു. എത്ര വലിയ നേതാവാണ്! അങ്ങനെയൊക്കെ ആകുമ്പോഴും അവർ അള്ളാഹുവിനെ മറന്നുപോയിട്ടില്ല. അള്ളാഹുവിനെ മുറുകെ പിടിച്ച് ജീവിച്ചവരായിരുന്നു നമ്മുടെ മുൻഗാമികൾ. അതുപോലെ ഏത് സാഹചര്യത്തിലും അള്ളാഹു എന്നോടൊപ്പമുണ്ട്, അള്ളാഹുവിന് വേണ്ടി ഞാൻ ഇബാദത്ത് ചെയ്യുവാൻ ബാധ്യതപ്പെട്ടവനാണ്, അള്ളാഹുവിനോട് ഇഷ്ടം കൊണ്ട് ഇബാദത്ത് ചെയ്യുന്നവനാണ് എന്ന നിലയിൽ അള്ളാഹുവിലേക്ക് അടുക്കുവാൻ നാം സന്നദ്ധരാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഏത് തിരക്ക് വന്നാലും അള്ളാഹുവിനെ മറക്കാൻ പാടില്ല, അള്ളാഹുവിനെ മുറുകെ പിടിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മുത്ത് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗൗരവപ്പെടുത്തിയതുപോലെ ആ ഗൗരവം ഹൃദയത്തിൽ ഉറപ്പിച്ചു വെച്ചുകൊണ്ട് നിസ്കാരത്തിന്റെ വിഷയം പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നിസ്കാരം എന്ന് പറയുമ്പോൾ ആ